ഹായ് ഓൾ, വെൽക്കം ടു ഈ പഠിപ്പുര. ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി വരുന്ന LDC പരീക്ഷ എഴുതുന്ന എല്ലാ ജില്ലക്കാർക്കും ഉപയോഗപ്പെടുന്ന ബയോളജിയിലെ ചില പ്രധാനപ്പെട്ട ട്വിസ്റ്റുകളാണ്. ഖാദി ബോർഡ് മെയിൻസിന്റെ പരീക്ഷ കഴിഞ്ഞ ആഴ്ച നടന്നു. അതുപോലെ തിരുവനന്തപുരത്തെ LDCയുടെ പരീക്ഷയും കഴിഞ്ഞ ആഴ്ച നടന്നു. ഈ രണ്ട് പരീക്ഷകൾക്കും വന്ന ചില ചോദ്യങ്ങളുണ്ടല്ലോ, അതായത് ബയോളജിയുടെ ചോദ്യങ്ങൾ എവിടെ നിന്ന് വന്നു എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ഞെട്ടിക്കുന്ന സത്യം ഞാൻ നിങ്ങളടുത്ത് വെളിപ്പെടുത്താൻ പോവുകയാണ്. കൃത്യമായിട്ട് അത് വിശകലനം ചെയ്താൽ അടുത്ത പരീക്ഷകൾക്ക് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഇപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതൊരു ചാൻസ് മാത്രമാണ്. അങ്ങനെ വരാതിരിക്കാം, പക്ഷെ വരാനാണ് സാധ്യത കൂടുതൽ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ആദ്യം നമ്മൾ നോക്കുന്നത് തിരുവനന്തപുരം LDC പരീക്ഷയുടെ ബയോളജിയുടെ ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ എവിടെ നിന്നാണ് വന്നത് എന്നുള്ള തെളിവ് ഉൾപ്പെടെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കണ, പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എ സ്നായുക്കൾ പറയുന്നു, ഓപ്ഷൻ ബി രക്തം പറയുന്നു, ഓപ്ഷൻ സി തരണാസ്ഥി പറയുന്നു, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ടെൻഡൻ എന്ന് പറയുന്നു. ഇവിടെ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഏതാണ്ടാ? ടെൻഡൻ ആണ് നമ്മുടെ ശരിക്കുള്ള ആൻസർ എന്ന് പറയുന്നത്. ഈ ടെൻഡൻ എന്ന് പറയുന്ന ആൻസർ എവിടെ നിന്നാണ് വന്നത് എന്ന് ചോദിച്ചാൽ 8ാം ക്ലാസ്സിലെ കോശജാലങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിനകത്ത് നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. നോക്കടാ, യോജക കലയായ അസ്ഥികലയും നോക്ക്, യോജക കലയായ അസ്ഥികലയും തരണാസ്ഥികലയും ചലനത്തിന് സഹായിക്കുന്നതോടൊപ്പം ശരീരത്തിന് ആകൃതിയും താങ്ങും നൽകുന്നു എന്നൊരു ഏരിയ. അതിന്റെ തൊട്ട് മുകളിൽ നോക്കിക്കോ, പേശിയെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന ടെൻഡൻ, അസ്ഥിയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സ്നായുക്കൾ. ഈ 2 പോയിന്റുമാണ് ഓർത്തു വയ്ക്കേണ്ടത്. ഇനി ഞാൻ താഴെ ഒരു ചിത്രം കൊടുത്തിട്ടുള്ളത്, ആ ചിത്രം എന്ന് പറയുന്നത് 9ാം ക്ലാസ്സിനകത്ത് അസ്ഥിയുമായി ബന്ധപ്പെട്ട ചാപ്റ്ററിനകത്ത് ഈ പറയും പോലെ ജസ്റ്റ് ടെൻഡനെ കുറിച്ചുള്ള ഒരു പിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 8ാം ക്ലാസ് ചാപ്റ്ററുകൾ നോട്ട് ചെയ്ത് വെച്ചോ. 8ാം ക്ലാസ്സിൽ 2ാമത്തെ ചാപ്റ്റർ കോശജാലങ്ങൾക്കകത്ത് നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ചാപ്റ്ററുമായി ഏരിയ ഒന്ന് കൃത്യമായിട്ട് വിശകലനം ചെയ്തേക്കണം. അടുത്ത ചോദ്യം നോക്കടാ, ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനം ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. നാഷണൽ പാർക്ക്, വന്യജീവി സങ്കേതം, അതുപോലെ കമ്മ്യൂണിറ്റി റിസർവ്, കാവുകൾ, ഇതാണ് നമ്മുടെ ചോദ്യം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ചോദ്യം വന്നത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഏരിയയിൽ നിന്നാണ്. നമുക്ക് ടെസ്റ്റിനകത്ത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു ഏരിയ നമുക്ക് സിലബസിനകത്ത് പറയുന്നുണ്ട്. ഈ സിലബസുമായി ബന്ധപ്പെട്ട് നമുക്ക് ആകപ്പാടെ പഠിക്കാനുള്ള ഒരൊറ്റ ചാപ്റ്ററേ ഉള്ളൂ, വൈവിധ്യം നിലനിൽപ്പിന് എന്ന് പറയുന്ന 8ാം ക്ലാസ്സിലെ 13ാമത്തെ ചാപ്റ്റർ. ശ്രദ്ധിച്ചു കൊള്ളണം, 8ാം ക്ലാസ്സിലെ 13ാമത്തെ ചാപ്റ്ററിൽ വൈവിധ്യം നിലനിൽപ്പിന് എന്നൊരു ഏരിയ ഉണ്ട്. അതിനകത്ത് ഇൻസിറ്റു കൺസർവേഷൻ എന്നും അതുപോലെ എക്സിറ്റു കൺസർവേഷൻ എന്നും പറയുന്ന 2 ഏരിയ പറയുന്നുണ്ട്. ആ ഏരിയകൾ നിങ്ങൾ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് പോകണം. ഇതിനകത്ത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചത് ആ കമ്മ്യൂണിറ്റി റിസർവിനെ കുറിച്ചാണ്. താഴെ കൊടുത്തിട്ടുണ്ട്, എന്താണ് കമ്മ്യൂണിറ്റി റിസർവ്? പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയുന്നത്. കണ്ടോ, താഴെ കൊടുത്തിരിക്കുന്നുണ്ടോ? ജനവാസ കേന്ദ്രങ്ങൾക്കിടയിലെ പരിസ്ഥിതി പ്രാധാന്യമേറിയ പ്രദേശങ്ങളാണിത്. മലപ്പുറം, കോഴിക്കോട് ജില്ലയിലായി സ്ഥിതി ചെയ്യുന്ന കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് ഇതിന് ഉദാഹരണമാണ്. ഇതിനകത്ത് കുറെ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്, നാഷണൽ പാർക്കിന്റെ എക്സാമ്പിളുകൾ, എന്താണ് വന്യജീവി സങ്കേതം, അതിന്റെ എക്സാമ്പിള്, ഇതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. അതുപോലെ എക്സിറ്റു കൺസർവേഷൻ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ നോക്കണം. എക്സിറ്റു കൺസർവേഷൻ അകത്ത് വരുന്നത് വേറൊന്നുമില്ല, നിന്റെ സൂ ഉണ്ടല്ലോ, സുവോളജിക്കൽ പാർക്ക്, അതുപോലെ ബൊട്ടാണിക്കൽ ഗാർഡൻ, അതുപോലെ ജീൻ ബാങ്ക്, ഇത് 3മാണ് എക്സിറ്റു കൺസർവേഷൻ അകത്ത് വരുന്നത്. അപ്പൊ ശ്രദ്ധിക്കണം, ഈ അധ്യായം നിങ്ങൾ കൃത്യമായിട്ട് 8ാം ക്ലാസ്സിലുള്ള വൈവിധ്യ നിലനിൽപ്പ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്നാണ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റ് ബുക്കിലെ ഏക ചാപ്റ്റർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കടാ, ദ്രാവക അവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം ഏത്? തരുണാസ്ഥിയാണോ, ടെൻഡൻ ആണോ, നാരുകലയാണോ, രക്തമാണോ എന്നാണ് ചോദ്യം. ദ്രാവകം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നമുക്ക് മിക്കവാറും ഉത്തരം കിട്ടും, രക്തം എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും നമുക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇത് എവിടെയാണെന്ന് തോന്നാം. നോക്കടാ, സ്റ്റാൻഡേർഡ് 8ലെ തന്നെ കോശജാലങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ തന്നെ നേരത്തെ നമ്മൾ നോക്കിയില്ലേ, അതേ ഏരിയയിൽ നിന്ന് തന്നെയാണ് 2ാമത്തെ ചോദ്യം അവർ ചോദിച്ചിട്ടുള്ളത്. നോക്കടാ, ദ്രാവക കലയായ രക്തവും യോജക കലയിൽ പെടുന്നു എന്നൊരു പോയിന്റ് കണ്ടോ, ഇവിടെ നിന്നാണ് ആ ചോദ്യം വന്നിട്ടുള്ളത്. അപ്പൊ ശ്രദ്ധിക്കണം, ഈ ചാപ്റ്ററിന്, അതായത് ട്രിവാൻഡ്രം LDCക്ക് സ്റ്റാൻഡേർഡ് 8 2ാമത്തെ ചാപ്റ്ററിൽ നിന്നും 2 ചോദ്യം ഒരേ
പാരഗ്രാഫിൽ നിന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മറക്കരുത് കേട്ടോ. ചില യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടു ഇങ്ങനെ ഒരു സാധനം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തില്ല, ഇത് +1 എന്നാണ് ചോദിച്ചതെന്നൊക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാൻ. നമ്മൾ +1 തൽക്കാലം ബയോളജിയുടെ ചോദ്യങ്ങൾ പോയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പോയിട്ടില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാം. ഇത് നമുക്ക് 8ാം ക്ലാസ്സിനകത്തും തന്നെയാണ് ഈ ചോദ്യം എന്ത് ചെയ്തിട്ടുള്ളത്, വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഏരിയ ഒന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം നോക്കൂ മക്കളെ. മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയാക്കി മാറ്റുന്ന അവയവം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എ വൃക്ക, ഓപ്ഷൻ ബി കരൾ, ഓപ്ഷൻ സി ആമാശയം, ഓപ്ഷൻ ഡി പാങ്ക്രിയാസ് എന്ന് പറയും. മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന വിഷവസ്തുവാണ് നൈട്രജൻ സംയുക്തങ്ങൾ. അതിലേറ്റവും വിഷം കൂടിയതാണ് അമോണിയ. അതിനെ യൂറിയാക്കി മാറ്റുന്ന അവയവം ഏത് എന്ന് ചോദിച്ചാൽ അത് കരളാണ്. നോക്കടാ, സ്റ്റാൻഡേർഡ് 9 5ാമത്തെ ചാപ്റ്റർ വിസർജനം സമസ്ഥിതി പാലനത്തിന്. ശ്രദ്ധിക്കണേ, സ്റ്റാൻഡേർഡ് 9 5ാമത്തെ ചാപ്റ്റർ വിസർജനം സമസ്ഥിതി പാലനത്തിന്. അതിനകത്ത് പറയുന്നുണ്ട് ശരീരത്തിൽ രൂപപ്പെടുന്നതും ശരീരത്തിൽ എത്തുന്നതുമായ വിഷവസ്തുക്കളെ ഹാനികരമല്ലാത്ത വസ്തുക്കളാക്കി മാറ്റുന്നത് കരളാണ്. ഉപാപചയ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ, നോക്കടാ ചോദ്യം വന്നിട്ടുണ്ട്, വിഷവസ്തുവായ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി വിഷവസ്തുവായ അമോണിയെ താരതമ്യേന വിഷാംശം കുറഞ്ഞ യൂറിയാക്കി മാറ്റുന്നത് ഇതിന് ഉദാഹരണമാണ്, അല്ലെങ്കിൽ അത് കരളാണ്. ക്ലിയർ ആണല്ലോ. അതുപോലെ മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണേ. പ്രോട്ടീന്റെ വിഘടന ഫലമായി അമിനോ ആസിഡ് രൂപം കൊള്ളുന്നു. ഇതിന്റെ ഉപാപചയ പ്രവർത്തന ഫലമായി നൈട്രജൻ അടങ്ങിയ പല ഉപോൽപ്പന്നം രൂപം കൊള്ളുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഹാനികരമായ ഒന്നാണ് അമോണിയ. ഇത് ഉടൻ തന്നെ ശരീരത്തിൽ നീക്കം ചെയ്യപ്പെടണം. അടുത്ത പോയിന്റാണ് ശ്രദ്ധിക്കേണ്ടത്. കോശത്തിൽ രൂപം കൊള്ളുന്ന, എവിടെ, കോശത്തിൽ രൂപം കൊള്ളുന്ന അമോണിയ രക്തത്തിലൂടെ കരളിലെത്തുന്നു. കണ്ടോ, ശ്രദ്ധിക്കണേ, എവിടെ രൂപം കൊള്ളുന്നു, കോശത്തിൽ. നമ്മൾ പലരും നമ്മുടെ പല റാങ്ക് ഫയലുകളിലും പഠിച്ചു വെച്ചൊരു പോയിന്റ് ഉണ്ട്, അതും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എടുത്തു പറയുന്നത്. നമ്മുടെ അമോണിയ നിർമ്മിക്കപ്പെടുന്നത് കരൾ എന്നൊരു പോയിന്റ് നമ്മൾ പഠിച്ചു വെക്കാറുണ്ട്. പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഈ പോയിന്റിനെ ശ്രദ്ധിച്ചു പഠിച്ചോ. കോശങ്ങളിൽ രൂപം കൊള്ളുന്ന അമോണിയ രക്തത്തിലൂടെ കരളിലെത്തുന്നു. കരളിൽ വെച്ച് എൻസൈമിന്റെ സാന്നിധ്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി ചേർന്ന് യൂറിയായി മാറുന്നു. അപ്പൊ യൂറിയ നിർമ്മിക്കപ്പെടുന്നത് കരളിൽ. ഈ ചാപ്റ്റർ ഒന്ന് ശ്രദ്ധിച്ചോ. അടുത്ത ചോദ്യം. മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലമുണ്ടാകുന്ന അവസ്ഥ ക്രെറ്റിനിസമാണോ, മിക്സഡിമയാണോ, അക്രോമെഗാലിയാണോ, ഭീമാകാരത്വമാണോ എന്ന് ചോദിച്ചാൽ അവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ അക്രോമെഗാലി എന്നതാണ്. ക്രെറ്റിനിസം കുട്ടികൾക്ക്, മിക്സഡിമ മുതിർന്നവർക്ക്. ഓക്കെ, ഇനി ഭീമാകാരത്വം. ഈ ക്രെറ്റിനിസവും മിക്സഡിമ എന്ന് പറയുന്നത് സൊമാറ്റോട്രോപ്പുമായിട്ട് ബന്ധപ്പെട്ടതല്ലെന്നും കൂടി മനസ്സിലാക്കണേ. അക്രോമെഗാലിയും ഭീമാകാരത്വമാണ് സൊമാറ്റോട്രോപ്പിനുമായിട്ട് ബന്ധപ്പെട്ടത്. ഭീമാകാരത്വം എന്ന് പറയുന്നത് കുട്ടികളിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടുന്നതാണ്. എന്താണ് അക്രോമെഗാലി? നോക്കടാ, ഈ ചാപ്റ്റർ, അതായത് 10ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ഉണ്ട്. സമസ്ഥിതിക്കായുള്ള രാസസന്ദേശങ്ങൾ, രാസീയ ഉൾപ്രേരകം എന്നറിയപ്പെടുന്ന ഹോർമോണിനെ കുറിച്ചുള്ള ചാപ്റ്ററാണ്. വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടിയാൽ അമിതമായ ശരീര വളർച്ച ഉണ്ടാകുന്ന അതിനെ ഭീമാകാരത്വം എന്ന് പറയുന്നത്. വേറൊന്നുമില്ലടാ, വളർച്ചാ കാലഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടിയാൽ ഭീമാകാരത്വം, കുറഞ്ഞാൽ വാമനത്വം. എന്നാൽ വളർച്ചാ കാലഘട്ടത്തിന് ശേഷം, ഒരാൾ മെച്ചുവർ ആയതിനു ശേഷം, അയാളുടെ വളർച്ചാ കാലഘട്ടത്തിന് ശേഷം കുറെ കാലത്ത് ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ തുടർന്നാൽ ഉണ്ടാകുന്ന അസുഖത്തിന്റെ പേരാണ് അക്രോമെഗാലി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ നമ്മുടെ ആൻസർ മുതിർന്ന വ്യക്തികളിലാണ് അക്രോമെഗാലി. ഭീമാകാരത്വം വാമനത്വം വരുന്നത് കുട്ടികളിലാണ്. മനസ്സിലായിക്കോ? ചാപ്റ്റർ നോട്ട് ചെയ്ത് വെച്ചോ, കൃത്യമായിട്ട് നോക്കിക്കോ. ഉമനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ലൈസോസൈമാണോ, സലൈവറി അമിലേസ് ആണോ, പെപ്സിൻ ആണോ, ലിപ്പേസ് ആണോ? ഉമനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ലൈസോസൈമാണ്. ദഹനവുമായി ബന്ധപ്പെട്ടിട്ട് 9ാം ക്ലാസ്സിലെ 2ാമത്തെ ഒരു ചാപ്റ്റർ ഉണ്ട്, ആഹാരം അന്നപഥത്തിൽ എന്ന് പറഞ്ഞ്. ആ ചാപ്റ്റർ എന്ന് ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ ഇത്. നോക്കടാ, 3 ജോഡി ഉമിനീഗ്രന്ഥിയാണ് വായിലുള്ളത്. ഉമിനീഗ്രന്ഥിയും സ്രവിക്കുന്ന ഉമിനീരിൽ സലൈവറി അമിലേസ് ഉണ്ട്, ലൈസോസൈം എന്നീ രാസാദികളും ശ്ലേഷ്മവും അടങ്ങിയിരിക്കുന്നു. ഭക്ഷണത്തെ വിഴുങ്ങാൻ പാകത്തിന് വഴുപ്പുള്ളതാക്കും. നോക്കടാ, നമ്മളെ പോയിന്റ് ഇതാണ്. ഭക്ഷണത്തെ വിഴുങ്ങാൻ പാകത്തിന് വഴുവഴുപ്പുള്ളതാക്കി മാറ്റുന്നത് ആരാണിടാ? ശ്ലേഷ്മമാണ്. എന്നാൽ ഭക്ഷണത്തിലുള്ള രോഗാണുക്കളെ നശിപ്പിക്കുന്നത് ലൈസോസൈമാണ്. സോ നമ്മുടെ ആൻസർ ലൈസോസൈമാണെന്ന് മറക്കണ്ട. ക്ലിയർ അല്ലേ? അതുപോലെ സലൈവറി അമിലേസ് എന്ന് പറയുന്ന സാധനം അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അതും ഉമിനീരിൽ തന്നെയാണ് കേട്ടോ. പെപ്സിൻ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്ടാ? അത് ആമാശയരസത്തിലാണ് കേട്ടോ. അതുപോലെ ലിപ്പേസ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ലിപ്പേസ് 2 സ്ഥലത്ത് സ്ഥിതി ചെയ്യാറുണ്ട്, 3 സ്ഥലത്തുണ്ട് കേട്ടോ ലിപ്പേസ് എന്ന് പറയുന്ന സാധനം. ഉമിനീരില്
ഒരു ലിപ്പേസ് ഉണ്ട്, ലിംഗ്വൽ ലിപ്പേസ് എന്ന് പറയും. ആമാശയത്തിൽ ഒരു ലിപ്പേസ് ഉണ്ട്, ആ ലിപ്പേസിന് പിന്നെ ഗ്യാസ്ട്രിക് ലിപ്പേസ് എന്ന് പറയും. അതുപോലെ പാങ്ക്രിയാസ് ഗ്ലാൻഡിനകത്ത് ഒരു ലിപ്പേസ് ഉണ്ട്, അതിനെ പാങ്ക്രിയാറ്റിക് ലിപ്പേസ് എന്ന് പറയും. പൊതുവേ ചില സമയത്ത് ഓപ്ഷനകത്ത് ലിപ്പേസ് എന്ന് മാത്രം കൊടുത്താലും നമ്മളത് ഓർത്തോളണം. ലിപ്പേസ് ഉമിനീരിൽ അടങ്ങിയിട്ടുണ്ട്, ലിപ്പേസ് ആമാശയ രസത്തിൽ അടങ്ങിയിട്ടുണ്ട്, ലിപ്പേസ് എന്ന് പറയുന്ന സാധനം പാങ്ക്രിയാറ്റിക് ജ്യൂസ് അല്ലെങ്കിൽ ആഗ്നേയ രസത്തിലും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു പോയിന്റ് കൂടി നിങ്ങൾ അവിടെ ഓർത്തു വെച്ചേക്കാം. സെറ്റല്ലേ? അപ്പൊ ആ ചാപ്റ്റർ മറക്കണ്ട. ഇനി അടുത്തത്, പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യവകുപ്പ് രൂപീകരിച്ച പദ്ധതികളുമായി ബന്ധപ്പെട്ട് ആരോഗ്യ ക്ഷേമ പദ്ധതികളുണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇത് ടെക്സ്റ്റ് ബുക്ക് അല്ല, ഇത് നിങ്ങൾക്ക് ആശ്രയിക്കാവുന്നത് ഗവൺമെന്റ് വെബ്സൈറ്റുകളോ നിങ്ങൾ പഠിക്കുന്ന റാങ്ക് ഫയലുകളോ നിങ്ങൾക്ക് ആശ്രയിക്കാം. അടുത്ത 2024 ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ചോദിച്ചാൽ അത് സൗദി അറേബ്യയാണ്. അത് കറണ്ട് അഫയറിന് നിങ്ങൾക്ക് ആശ്രയിക്കാം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചോദിച്ച ബയോളജിക്ക് ചോദിച്ച ഈ പുറത്തുനിന്ന് ചോദിച്ച 2 ചോദ്യം ഒഴിച്ചുള്ള ബാക്കി എല്ലാ ചോദ്യവും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എന്നാണ് തിരുവനന്തപുരം LDCയുടെ ചോദ്യം വന്നിട്ടുള്ളതെന്ന് മറക്കണ്ട. അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ടെസ്റ്റ് എന്ന് പറയുന്നത്. വേറെ ഒരിടവും നിങ്ങൾ തൽക്കാലം പുറത്തിറങ്ങി പഠിക്കാൻ നിൽക്കരുത്. ടെക്സ്റ്റ് ബുക്ക് മാത്രം നിങ്ങൾ തൽക്കാലം പഠിക്കുക, എനിക്ക് അത്രേ പറയാനുള്ളൂ. അതൊന്ന് വരാനാണ് സാധ്യത കൂടുതലെന്ന് പറയുന്നത്. അത് മാത്രമല്ല 8, 9, 10 എന്നീ ചാപ്റ്ററിലൊന്നും മാത്രമേ ചോദ്യം വന്നിട്ടുള്ളൂ. 5, 6, 7 എന്നീ ചാപ്റ്ററൊന്നും ചോദ്യം വന്നിട്ടില്ല. ഇനി അടുത്ത പരീക്ഷയ്ക്ക് 5, 6, 7 ഒന്നും ചോദിക്കില്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. സാധാരണ എല്ലാ പരീക്ഷയ്ക്കും എന്താ പറയുക, വിറ്റാമിൻ ഒന്നും സാധാരണ മിക്കവാറും പരീക്ഷകൾ 90% LDC പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പക്ഷേ ഇപ്പൊ ആ ഒരു ട്രെൻഡിനെ പതുക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ മാറ്റിയിട്ടുണ്ട്. ഈ പരീക്ഷയ്ക്ക് എന്ത് ചെയ്തിട്ടില്ല, വിറ്റാമിൻ ചോദ്യം വന്നിട്ടില്ല. അപ്പൊ ഇത് ട്രിവാൻഡ്രം LDCയുടെ ഒരു വിശകലനമാണ്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഖാദി മെയിൻസുമായിട്ട് ബന്ധപ്പെട്ട്. ട്രിവാൻഡ്രം LDC കഴിഞ്ഞിട്ട് ആണ് ഖാദിയുടെ മെയിൻസ് പരീക്ഷ നടന്നത്. ഖാദിയുടെ മെയിൻസ് പരീക്ഷ ഏകദേശം നമ്മളുടെ സിലബസിനോളം ചേർന്ന് നിൽക്കുന്ന സിലബസ് തന്നെയാണ്. അപ്പൊ അതും അടുത്ത് വരുന്ന പരീക്ഷകൾ നിങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് അതിന്റെ ആദ്യത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നത് മീസപേശിയെ കുറിച്ച് തെറ്റായ പ്രസ്താവന. അസ്ഥിയുമായി ചേർന്ന് കാണപ്പെടുന്നു, രക്തക്കുഴലിൽ കാണപ്പെടുന്നു, കുറുകെ വര കാണപ്പെടുന്നു, അനൈച്ഛിക ചലനങ്ങളെ സാധ്യമാക്കുന്നു. ഓപ്ഷൻ 1, 2, ഓപ്ഷൻ 1, 3, ഓപ്ഷൻ 3, 4, ഓപ്ഷൻ 2, 3. ഇവിടെ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. അതായത് ഇവിടെ 9ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ ഉണ്ട്, ചലനത്തിന്റെ ജീവശാസ്ത്രം എന്ന് പറഞ്ഞിട്ട്. ഈ ചാപ്റ്ററിന് ഈ പരീക്ഷയ്ക്ക് 2, 3 ചോദ്യം വന്നിട്ടുള്ളതാണ് ഏറ്റവും രസം. എനിക്ക് തോന്നുന്നു 3 ചോദ്യം ഈ ചാപ്റ്ററിന് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 3 ചോദ്യം വന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് 9, 6ാം ക്ലാസ് ചലനത്തിന്റെ ജീവശാസ്ത്രം. ഇതിനകത്താണ് പറയുന്നത് ഈ ഒരു ഏരിയ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നോക്കി വെക്കണം. അതായത് അസ്ഥിയുമായി ചേർന്ന് കാണപ്പെടുന്നു. അസ്ഥിയുമായി ചേർന്ന് കാണപ്പെടുന്നത് അസ്ഥിപേശി അല്ലെങ്കിൽ രേഖാങ്കിത പേശിയാണ്. രക്തക്കുഴലിൽ കാണപ്പെടുന്നു. രക്തക്കുഴലിൽ കാണപ്പെടുക എന്ന് പറയുന്നത് അതായത് മിനുസപേശികളുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 2ാമത്തെ പ്രസ്താവന ശരിയാണ്. രക്തക്കുഴലിൽ കാണപ്പെടുന്നതാണ് മിനുസപേശി. ഓക്കെ ആണല്ലോ. ഇനി 3, കുറുകെ വരകൾ കാണപ്പെടുന്നു. കുറുകെ വരകൾ ഇല്ല എന്നതാണ് മിനുസപേശിയുടെ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് തന്നെ 3ാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. ശരിയാണ്. അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നത് ആരാണ്ടാ? മിനുസപേശികളാണ്. അപ്പൊ ഇവിടെ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, അത് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. താഴെ കൊടുത്തിരിക്കുന്നതിൽ മിനുസപേശിയെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ചോദിച്ചാൽ 1ാമത്തെ പ്രസ്താവന മിനുസപേശിയുമായി ചേർന്ന് തെറ്റായ പ്രസ്താവനയാണ്. അതുപോലെ 3ാമത്തെ പ്രസ്താവനയും മിനുസപേശിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകളാണ്. 2ാമത്തെ 4ാമത്തെ പ്രസ്താവന മിനുസപേശിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. അപ്പൊ ഈ സ്ലൈഡ് ഒന്ന് നോക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ഏരിയ ചാപ്റ്റർ നോക്കണം. ഇതേ ചാപ്റ്ററിന് അടുത്ത് പറഞ്ഞത് യാതൊരു നിർബന്ധവും ഇല്ല. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് നോക്കണം. ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഞാനിപ്പോൾ പറയുന്ന ചാപ്റ്ററുകൾക്ക് വേണം ഫോക്കസ് കൊടുക്കാൻ. അടുത്ത് അസ്ഥികൂടവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം നിരീക്ഷിച്ച് ശരിയായ ജോഡി എഴുതുക. ഓപ്ഷൻ എ, വാരിയൽ 24 അസ്ഥി പറയുന്നു, നട്ടല് 1 അസ്ഥി പറയുന്നു, മാറില് 4 അസ്ഥി പറയുന്നു, തലയോട് 39 അസ്ഥികൾ പറയുന്നു. ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. വാരിയലുകൾ 24 അസ്ഥി. നേരത്തെ പറഞ്ഞില്ലേ 9ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററിൽ നിന്ന 2ാമത്തെ ചോദ്യമാണ് ചലന ജീവശാസ്ത്രം. ഞാൻ മനസ്സിലാക്കുന്നു ആ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയിട്ട് ഒരേ ചാപ്റ്ററിൽ തന്നെ 3 ചോദ്യം ഇട്ടു. എനിക്കിനി അടുത്ത പേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മറയ്ക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ ഈ ചാപ്റ്ററിന് ഇടുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചോദ്യകർത്താവ് ഇട്ട ചോദ്യം എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഈ ചാപ്റ്റർ പഠിച്ച വ്യക്തിക്ക് ആ 3 ചോദ്യം കൃത്യമായിട്ട് കിട്ടും. നോക്കടാ, തലയോട് എന്ന് പറയുന്നത് 29 അസ്ഥിയാണ്. ഇവിടെ പറയുന്നത് തലയോട് 39 അസ്ഥി. അപ്പൊ തെറ്റാണ്.
മാറല് ഒരസ്ഥിയാണ്. അതുപോലെ മാറൽ ഇവിടെ 4 അസ്ഥി പറയുന്നുണ്ട്. നട്ടല് എന്ന് പറയുന്നത് 26 അസ്ഥിയാണ്, പക്ഷെ ഇവിടെ പറയുന്നത് ഒരസ്ഥിയാണ്. വാരിയൽ എന്ന് പറയുന്നത് 24 അസ്ഥിയാണ്. അപ്പോൾ ഇവിടെ ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ്, ശരിയായ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ്. വാരിയലുകൾ എത്ര ഉണ്ട്? 12, 12, 2 വശത്തും 12 ചേർന്ന് 24 അസ്ഥികൾ. അപ്പൊ ഈ സ്ലൈഡിന്റെ ഈ കാര്യങ്ങളൊന്ന് വിശദമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കിയിട്ട് പൊക്കോളുക. ക്ലിയർ അല്ലേ? അപ്പോ ഇവിടെ സ്റ്റാൻഡേർഡ് 9 6ാമത്തെ ചാപ്റ്റർ. ഇനി ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥലമേത്? കോർണിയ, വായുറ, പ്ലൂറ, ഡയഫ്രം. ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ പ്ലൂറയാണ്. ശ്വാസകോശത്തെ പൊതിയുന്ന ഇരട്ട സ്ഥലം. ഇവിടെയും 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ആണ് ഊർജ്ജത്തിനായി ശ്വസിക്കാമെന്ന് പറയുന്ന ചാപ്റ്റർ. ആ ചാപ്റ്ററിനകത്ത് തന്നിട്ടുള്ള ഈ ബോക്സ് ഉണ്ടല്ലോ, ഈ ബോക്സ് എല്ലാം വൃത്തിയായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പൊക്കോളണം കേട്ടോ. ഇനി പ്ലൂറ, അവനെ കുറിച്ച് ആ സൈഡിൽ പറയുന്നുണ്ട്. ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥലമാണ്. ഈ ഇരട്ട പാളികൾക്കിടയിൽ പ്ലൂറ ദ്രവം, ശ്വാസകോശം, ഔരസാക്ഷ്യ ഭിത്തിയും തമ്മിലുള്ള കർഷണം കുറയ്ക്കാൻ സഹായിക്കുന്നു നമുക്ക് മനസ്സിലാക്കാം. ക്ലിയർ ആണല്ലോ? ഇത് ശരിക്കും ഒരു റിവിഷൻ പോലെ അല്ല, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷനിലോട്ട് പോവാത്തത്. നിങ്ങൾക്ക് ഏതൊക്കെ ഏരിയ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് എന്നുള്ള ഒരു തെളിവ് നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ കുറച്ചുകൂടി ഉഷാറായിട്ട് ബയോളജിയിൽ നിന്ന് മുഴുവൻ മാർക്കും വാങ്ങിക്കാനായിട്ട് ടെക്സ്റ്റ് ബുക്കിനൊന്ന് അരച്ചു കലക്കി കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പരിപാടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇനി ഇതുപോലെ വരണം എന്ന് യാതൊരു നിർബന്ധവും വാശിയുമില്ല, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഓക്കെ, അപ്പൊ സ്റ്റാൻഡേർഡ് 9 4ാം ക്ലാസ്, തിരിഞ്ഞുപോയി, സ്റ്റാൻഡേർഡ് 9 4ാമത്തെ ചാപ്റ്റർ. ഓക്കെ, ഇനി അടുത്ത സന്ധികളെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന എഴുതുക. ഇവിടെ വിജാഗിരി സന്ധി കാൽമുട്ടിൽ കാണപ്പെടുന്നു. ഇടുപ്പല്ല് തുടയല് ചേരുന്ന സന്ധിയാണ് കീലസന്ധി. ഗോളരസന്ധി നട്ടലിന്റെ ആദ്യ കശീരവുമായി തലയോടിനെ ബന്ധിപ്പിക്കുന്നു. തെന്നി നീങ്ങുന്ന സന്ധി 2 അസ്ഥികളുടെ ചെറുതായ ചലനം സാധ്യമാക്കുന്നു. ഇവിടെ നോക്കടാ, ഇവിടെ ഓപ്ഷൻ എന്ന് പറയുന്നത് തന്റെ ശരിയായ പ്രസ്താവന ഒന്നേ ഉള്ളൂ. വിജാഗിരി സന്ധി കാൽമുട്ടിൽ കാണപ്പെടുന്നു. വിജാഗിരി സന്ധി കാൽമുട്ടിൽ കാണപ്പെടുന്നു. ഇതും 6ാമത്തെ ചാപ്റ്റർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 9ാം ക്ലാസ്സിൽ 3 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിൽ 6ാമത്തെ ചാപ്റ്ററുള്ള 3ാമത്തെ ക്വസ്റ്റ്യൻ ആണിത്. ഈ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു ബോക്സ് വന്നിട്ടുണ്ട്. സന്ധികളുടെ ഇനം, സവിശേഷത, ശരീരത്തിന്റെ സ്ഥാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏത്? ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഓപ്ഷൻ എ ലിപ്പേസ്, ഓപ്ഷൻ സി ലൈസോസോം, ഓപ്ഷൻ ബി ട്രിപ്സിൻ, ഓപ്ഷൻ ഡി ആഗ്നേരസ്. ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ലൈസോസൈം ആണ് ശരിക്കും അവർ കൊടുക്കേണ്ടതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇവരുടെ ഈ ആൻസർ കീ വന്നപ്പോൾ. പക്ഷെ വേണമെങ്കിൽ ഇവർക്ക് വേറൊരു സാധനത്തെ കൊടുക്കാം. കാരണം എന്താണെന്നറിയോ, ഈ ലിപ്പേസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഈ ലിപ്പേസ് എവിടെ ഉണ്ട്? ഉമിനീരിലുണ്ട് കേട്ടോ, ഉമിനീരിലുണ്ട്. ലിംഗ്വൽ ലിപ്പേസ് എന്നാണ് മുഴുവൻ പേര് കേട്ടോ. വേണമെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ഐഡിയയിൽ വേണമെങ്കിൽ ഈ വീണടം വിദ്യ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അവർക്ക് പറയാം, ഞങ്ങൾ ലിംഗ്വൽ ലിപ്പേസിന്റെ ആ ലിപ്പേസ് ആണ് ഉദ്ദേശിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഈ 4 ഓപ്ഷൻ വെച്ചിട്ട് ഏറ്റവും ശരിയായ ആൻസർ എന്ന് പറഞ്ഞു വേണമെങ്കിൽ ലിപ്പേസിനെ കൊടുക്കാം. പക്ഷേ അവിടെ അവർ ഉദ്ദേശിച്ചിരിക്കേണ്ടത് ലൈസോസോം സൈമിനെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്. കാരണം എല്ലാം ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യമാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഒരിക്കലും ലിംഗ്വൽ ലിപ്പേസിനെ കുറിച്ച് എന്ത് ചെയ്യുന്നില്ല, മെൻഷൻ ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ എന്തുകൊണ്ട് ലിംഗ്വൽ ലിപ്പേസിനെ എടുത്തു പറഞ്ഞു എന്ന് ചോദിച്ചാൽ അവിടെ നിങ്ങൾക്കൊരു എക്സ്ട്രാ പോയിന്റ് ഇരിക്കട്ടെ. ഉമിനീരിൽ എന്ത് കൂടി ഉണ്ട്? ലിംഗ്വൽ ലിപ്പേസ് എന്ന് പറയുന്ന ഒരു എൻസൈം കൂടി ഉണ്ട്. അത് കൊഴുപ്പിനെ ദഹിപ്പിക്കുന്ന എൻസൈമാണ് എന്നുകൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ശരിക്കും റിപ്പീറ്റഡ് ആണ്. ഖാദി ബോർഡ് LDCക്കും അതുപോലെ ഒരേ ചാപ്റ്ററിൽ ഒരേ ഏരിയ എന്ന് ചോദിച്ച ഒരു ചോദ്യമാണ് ഇത് കേട്ടോ. ഖാദി ബോർഡ് LDCക്കും കേരള PSCയുടെ ട്രിവാൻഡ്രം LDCക്കും, ഖാദി ബോർഡിനും ട്രിവാൻഡ്രം LDCക്കും ചോദിച്ചൊരു ചോദ്യം കൂടിയാണിത് കേട്ടോ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ ഈ ദഹനവുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ മിസ്സാക്കാതെ പഠിച്ചുകൊണ്ട് പോവുക. അടുത്ത് നോക്കടാ, രക്തം കട്ട പിടിക്കലിന്റെ ശരിയായ ക്രമം. ഫൈബ്രിനോജൻ ഫൈബറിൻ നാരായിട്ട് മാറുന്നു, പ്രോത്രോംബിൻ ത്രോംബിനായിട്ട് മാറുന്നു, ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാവുന്നു. ഇവിടെ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഒന്നാമത് നടക്കുന്നത് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്ന രാസാഗ്നി ഉണ്ടാവുക, രണ്ടാമത് പ്രോത്രോംബിൻ ത്രോംബിനായിട്ട് മാറുക, മൂന്നാമത് ഫൈബ്രിനോജൻ ഫൈബ്രിൻ നാരായിട്ട് മാറുക. അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് 10ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ ഉണ്ട്, പ്രതിരോധത്തിന്റെ കാവലാൾ. ഈ പ്രതിരോധത്തിന്റെ കാവലാൾ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണിത്. അതായത് ഒരു മുറിവ് വരുമ്പോൾ ആ ഭാഗത്ത് ചില ടിഷ്യൂസ് ഉണ്ടാവുന്നു. ആ ടിഷ്യൂസും അവിടുത്തെ പ്ലേറ്റ്ലെറ്റും കൂടെ ചേർന്നിട്ട് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്ന ഒരു എൻസൈമിനെ ഉണ്ടാക്കും. നിന്റെ പ്ലാസ്മയിലുള്ള പ്രോത്രോംബിൻ എന്ന് പറയുന്ന എൻസൈം ത്രോംബോപ്ലാസ്റ്റിൻ, കാൽസ്യം, വിറ്റാമിൻ K എന്നിവയുടെ സഹായത്താൽ ത്രോംബിനെ ഉണ്ടാക്കുന്നു. മനസ്സിലായല്ലോ? എന്നിട്ട് ഈ ത്രോംബിൻ എന്ന് പറയുന്ന സാധനം ഫൈബ്രിനോജനുമായിട്ട് ചേർന്നിട്ട് ഫൈബ്രിൻ നാരുകൾ ഉണ്ടാവുന്നു.
ഈ ഫൈബ്രിൻ നാരുകൾ വല കണ്ണികളായിട്ട് രൂപം കൊള്ളുകയും ആ വലയിലേക്ക് RBCയും പ്ലാറ്റ്ലെറ്റും ഒക്കെ തങ്ങി നിന്നിട്ട് അവിടെ ഒരു രക്തക്കട്ട ഉണ്ടാവുകയും ചെയ്യുന്നു എന്നാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളത് ഇവിടുത്തെ ഓപ്ഷനിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് തോംബോപ്ലാസ്റ്റിൻ ഉണ്ടാവുക, രണ്ടാമതെന്ന് പറയുന്നത് പ്രോത്രോംബിനിൽ നിന്നും ത്രോംബിൻ ഉണ്ടാവുക, മൂന്നാമതെന്ന് പറയുന്നത് ആ ത്രോംബിനും ഫൈബ്രിനോജനുമായിട്ട് ചേർന്നിട്ട് ഫൈബ്രിൻ നാരുകൾ ഉണ്ടാവുക. മനസ്സിലായല്ലോ? ചാപ്റ്റർ നോക്കണേ, 10ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ. എടാ, നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, ഈ നടന്ന 2 പരീക്ഷയ്ക്കും 8, 9, 10 എന്നീ ക്ലാസ്സുകളിൽ നിന്നുമുള്ള ഹ്യൂമൻ ബോഡിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അത്രയും ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഭൂരിഭാഗവും ചോദിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. ടെക്സ്റ്റ് ബുക്ക് മസ്റ്റായിട്ട് പഠിക്കണം, ഹ്യൂമൻ ബോഡിയും മസ്റ്റായിട്ട് എന്ത് ചെയ്തിരിക്കണം, ഓരോ വള്ളിപുള്ളി വിടാതെ ഒരാവർത്തിയെങ്കിലും വായിക്കാതെ അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്, പോകരുത്. ഓക്കെ, അപ്പോ നമ്മുടെ ഈ വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു എന്താ പറയുക ലൈക്ക്, അതുപോലെ നല്ല കമന്റ്സ് ഉണ്ടെങ്കിൽ കമന്റ്സ് ഇടുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയിക്കുക, അതിനനുസരിച്ച് നമ്മൾ ചാനലിലെ മാറ്റങ്ങൾ വരുത്താം. ഇതിന്റെ ഈ PDF ഞാൻ നമ്മുടെ ടെലഗ്രാമിൽ ഇട്ടേക്കാം. അപ്പോൾ ടെലഗ്രാമിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു സെക്ഷനിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ, താങ്ക് യു.